നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 829 829. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 829, സർഗം 83, ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ 83-ാം സർഗം യജ്ഞവൽക്യൻ്റെ സൂര്യസ്തുതി. എല്ലാവരും ഈ സ്തുതി ചെല്ലുന്നതും അർത്ഥം പറഞ്ഞ് ചെല്ലുന്നതും പ്രവർത്തിക്കുന്നതും നന്നായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ എത്രാമത്തെ ശ്ലോകം കഴിഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ബൈൻഡിങ് കാരണം ഇപ്പം ശരി 5-ാമത്തെ ശ്ലോകം കഴിഞ്ഞ് നിർത്തിയത് സ്തുതിയിൽ. എന്തായിരുന്നു അത്? നിരുത്സാഹം മണ്ണിൽ മേവുന്ന മന്ദേഹരായി തീരാതെ ഞങ്ങൾ ആനന്ദപൂർവം ചിരഞ്ജീവിച്ചിടുമാറാക നിൻ തൃക്കരസ്പർശം കൊണ്ട് ഉണർന്ന് ഇപ്രകാരം. സൂര്യകിരണങ്ങളാൽ തട്ടി എണീപ്പിക്കുന്ന നമ്മളെ ഉറക്കത്തിൽ നിന്ന് അല്ലേ, അതാണ് നിരുത്സാഹമായിട്ട് മണ്ണിൽ മേവാൻ പാടില്ല. ഉത്സാഹം വേണം, നിരുത്സാഹം ആവരുത്. നിരുത്സാഹം മണ്ണിൽ മേവുന്ന മന്ദേഹരായി തീരാതെ, മന്ദേഹന്മാരാവരുത്. നിരുത്സാഹം അവരാണ്. തീരാതെ ഞങ്ങൾ ആനന്ദപൂർവം, ഉള്ള ജോലി ആനന്ദമായിട്ട് കഴിക്കണം. എനിക്കിപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, എനിക്കൊരു ആനന്ദമുണ്ട്. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറയാൻ സാധിച്ചുല്ലോ. ഒരു 3500 എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ പ്രായത്തിൽ ഒന്നുമില്ലാതെ കണ്ട് ഇരിക്കേണ്ട സമയത്ത് അല്ലേ, അത് വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് എന്താണെന്ന് പറയുക, ഗ്രേറ്റ് റിച്ച്നെസ്, മാനസികമായിട്ടുള്ള റിച്ച്നെസ്സാണത്. അത് ഈശ്വരൻ തരുന്നതാണ് ആനന്ദം. അപ്പോൾ ആനന്ദപൂർവം ചിരഞ്ജീവിച്ചിടുമാറാക. ഞാൻ കാലഹരണപ്പെട്ടു പോയാലും യൂട്യൂബിൽ ഇതിങ്ങനെ മിന്നിത്തിളങ്ങും. ആവശ്യമുള്ളവർക്ക് കിട്ടും, ഏത് കാലത്താണെങ്കിലും ശരി. അതാണ് മിന്നിക്കണത്. മിന്നിച്ചിടുമാറാക നിൻ കരസ്പർശം കൊണ്ടുണർന്ന് ഇപ്രകാരം. പിന്നെ അടുത്ത ശ്ലോകം, 6-ാമത്തെ ശ്ലോകം. ഇരുട്ടാകെ പോക്കിടും നിൻ പ്രകാശം, അജ്ഞാനത്തെ പോക്കിടും നിൻ ജ്ഞാനം എന്നർത്ഥമായി. ഇരുട്ടാകെ പോക്കിടും നിൻ പ്രകാശം നുകർന്നോരോ കൊച്ചു പക്ഷിക്കിടാങ്ങൾ ഋഷീന്ദ്രന്മാർ പോലെ മുപ്പാരുണർത്തുന്നതാം പുണ്യശബ്ദമാം ആവിഷ്കരിപ്പൂ. പുണ്യശബ്ദം, ചെറിയ ചെറിയ കിളികളുടെ കൊഞ്ചൽ, അത് ഋഷീന്ദ്രന്മാർ പോലെ മുപ്പാരും 3 ലോകവും ഉണർത്തുന്നതാം. അപ്പം എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പാരും സ്വർഗം, പിന്നെ ഭൂമി, പാതാളം എന്നല്ല ഞാൻ പറയാം. ജാഗ്രവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥയിൽ നിന്ന് തുരീയാവസ്ഥയിലേക്ക് ഉയർത്തുന്ന അവസ്ഥയാണ് ഋഷീന്ദ്രന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് പുണ്യശബ്ദാവിഷ്കരിപ്പൂ വെറും കാകൻ പോലും അങ്ങേ പ്രഭാവം. സാധാരണ ഒരു കാക്ക കൂടി കാ 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 എന്ന് പറഞ്ഞിട്ട് നേരം വെളിച്ചായി ഉണരൂ സഹൃദയരെ എന്ന് പറയുന്ന പോലെ തോന്നിയെന്നാണ് പറഞ്ഞത്. വെറും കാകൻ പോലും അങ്ങേ പ്രഭാവം, അങ്ങയുടെ പ്രഭാവം പരന്നീടും പാരിടത്തിങ്കൽ എന്നും ദിവസേന പറന്ന് ഉള്ളിൽ തങ്ങും ഈ അന്ധകാരം. മനുഷ്യഹൃദയങ്ങളുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ ശ്രീകൃഷ്ണ കഥാമൃതം
പറന്ന ഉള്ളിൽ തങ്ങും ഈ അന്ധകാരം ദൂരത്തേടാനല്ലി കൂകുന്നു നിത്യം. കാക്കകള് സൂര്യോദയായി നീക്കൂ എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യൂ, ഉത്സാഹത്തോടു കൂടി കർമ്മം ചെയ്യൂ, അത് നിഷ്കാമകർമ്മം ചെയ്യൂ, കടമകളും കടപ്പാടുകളും ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വൈഭോഗം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഭഗവാൻ നോക്കുന്നുണ്ട്, ഇനി നോക്കിക്കൊണ്ടിരിക്കും, സംശയമൊന്നുമില്ല അതിൽ. അതുകൊണ്ട് പഴയതെങ്ങോ മാഞ്ഞതോർത്തുള്ളിൽ മാഴും, പഴയത് എങ്ങോ മാഞ്ഞതോർത്ത് ഉള്ളിൽ മാഴും കിടാങ്ങൾക്ക് ഉൾപ്രീതി നൽകിയിടുവാൻ നീ. കഴിഞ്ഞുപോയ ദുഃഖങ്ങളെപ്പറ്റി ചിന്തിച്ച് നിരുത്സാഹത്തോടു കൂടി കഴിയുന്നതിനേക്കാൾ നല്ലത് കഴിഞ്ഞു പോയതിനെ മറക്കുക, വരാൻ പോകുന്ന നല്ലതിനെ പറ്റി ഓർക്കുക. There will be a silver line in the horizon for everybody. എല്ലാവർക്കും ഒരു വെള്ളിരേഖ ഉണ്ടാവും എന്ന് വിചാരിച്ച് ജീവിക്കാം. ഞാൻ അങ്ങനെയാണ്. 19 വർഷം കിടപ്പാടത്തിൻ്റെ ആധാരം ബാങ്കിലായിട്ടും ഞാൻ തളർന്നില്ല. അങ്ങനെയാണ്. നല്ല പങ്കാലത്ത് ഒരു 5-7 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ പലിശ കൊടുത്ത ആളാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. എല്ലാവർക്കും എന്നെ പോലെ അടയ്ക്കാൻ സാധിച്ചു എന്ന് വരില്ല. അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉണ്ടാവും അപമാനം, മാനക്കേട്, അപമാനം, കുട്ടികൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ ഉണ്ടാവും. അതാണ് വളരെ സിൻസിയറായിട്ട് പറഞ്ഞത്. ഇപ്പം 30-ാം തീയതി ഒരു സ്ഥലത്ത് ഞാൻ പ്രഭാഷണത്തിന് പോയി. അവർ വളരെ നിർബന്ധിച്ചു ദക്ഷിണ വാങ്ങാൻ. ഞാൻ വാങ്ങിയില്ല. കാരണം എന്താ? ഇന്ന് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും. കാരണം അവർ ലക്ഷങ്ങൾ ചിലവാക്കി 11 ദിവസം ഉത്സവം നടത്തുമ്പോൾ ഞാനും അവിടെ 2 സപ്താഹവും ഒരു ഏകാദശാഹമൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്നുള്ളതല്ല, അന്നത്തേക്കാൾ ഞാൻ വളരെയധികം കംഫർട്ടബിളാണ്. അപ്പം ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? എനിക്കൊന്നും വേണ്ട, നിങ്ങളത് എന്താ വെച്ചാൽ എൻ്റെ പേരിൽ ഡൊണേഷനായിട്ട് സ്വീകരിച്ചോളൂ. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അണ്ണാറക്കണ്ണനും തന്നാലായത്, ഞാനും എന്തോ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിൻ്റെ ഹാങ് ഓവർ എനിക്ക് ഇനിയും മാറിയിട്ടില്ല. കാരണം എന്താ? 3.25 മണിക്കൂർ സംസാരിക്കുക, അതന്നെ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം പഴയത് എങ്ങോ അല്ലാണ്ട് പഴയ തെങ്ങെന്നല്ല, പഴയത് എങ്ങോ മാഞ്ഞതോർത്തുള്ളിൽ മാർഗം കിടാങ്ങൾക്ക് ഉൾപ്രീതി നൽകിയിടുവാൻ നീ. ഉടൻ പുത്തനാം നാളുകൾ മിന്നിച്ചെടുത്തേകിടുന്നു വാത്സല്യവായ്പാൽ. ഈശ്വരൻ നമ്മൾക്ക്, അല്ലെങ്കിൽ സൂര്യദേവൻ നമ്മൾക്ക് പുതിയ ദിവസങ്ങളെ പ്രദാനം ചെയ്യാണ്. ഓരോ ദിവസവും ഉത്തിഷ്ഠത, ജാഗ്രത, നന്നായി ജീവിക്കിൻ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടോ ഉടൻ പുത്തനാം നാളുകൾ മിന്നിച്ചെടുത്തേകിടുന്നു വാത്സല്യവായ്പിനാൽ. പുരാരിക്കും ശിവനെ, പുരാരിക്കും പൂമകൻ എന്നുമല്ല, പുഴുക്കൾക്കും കേവലം പുൽക്കൊടിക്കും. അതായത് സൂര്യൻ അരമനക്കാർക്ക് മാത്രമല്ല ചാളയിലുള്ളവർക്കും സുഖം തരുന്നുണ്ടെന്നാ. അതെങ്ങനെയാ? പുഴുക്കൾക്കും കേവലം പുൽക്കൊടിക്കും പ്രഭോ ജീവൻ പോലുപാധിക്കകത്തുപെടാതെന്നും വാഴുകയാം നീ സ്വതന്ത്രം. അതായത് ഇങ്ങനൊക്കെ കാർമേഘങ്ങൾ വന്നാലും പോയാലും അതുകൊണ്ടൊന്നും സൂര്യൻ്റെ പ്രഭാവത്തിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ പുൽക്കൊടിക്കും പുഴുവിനും എന്താ ആവശ്യമുണ്ട്? സൂര്യപ്രഭ ആവശ്യമുണ്ട്. അപ്പോൾ പുഴുക്കൾക്കും കേവലം പുൽക്കൊടിക്കും പ്രഭോ ജീവൻ പോലുപാധിക്കകത്ത്, അല്ലേ? അകത്ത് എന്താണ് പറഞ്ഞത്? പെടാതെന്നും വാഴുകയാം നീ സ്വതന്ത്രം. ഉപാധിക്കകത്ത് പെടാതെ കണ്ട് നീ അസ്തമിക്കണു, നീ ഉദിക്കണു. അതന്നെ നമ്മുടെ ഹൃദയപത്മത്തിൽ ജീവനാകുന്ന സൂര്യൻ, ആത്മസൂര്യൻ അസ്തമിക്കണില്ല.
സദാസമയത്തും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ കുളിക്കുമ്പോഴും നമ്മൾ കളിക്കുമ്പോഴും ഒക്കെ ജാഗരൂകനായിട്ടിരിക്കുക ചെയ്യണത്. അതുകൊണ്ട് ആ സൂര്യനെ നമ്മൾ അറിയണം. ആ സൂര്യനെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. ക്ഷണം മുമ്പാം കൈകാലുകൾ ഊഴിയിൽ കൊള്ളുവതാം തണ്ണീർ. ക്ഷണം മുമ്പാം കൈകാലാൽ ഊഴിയിൽ കൊള്ളുവതാം തണ്ണീർ. കണ്ണീരല്ല, തണ്ണീർ, വെള്ളം, ജലം. മേഘമായി തീർത്തുകൊണ്ട് ഉടൻ വേണ്ടും പോലെ വർഷിച്ചും കൊണ്ടും പ്രപഞ്ചം നീ തന്നെ പാലിച്ചിടുന്നു. നോക്കൂ, ഗുരുവായൂരമ്പലത്തിൽ പുറപ്പെടാശാന്തിയായിരുന്ന ഒരു തിരുമേനി എഴുതിയതാണ്. അയാൾ ഈസ് നോട്ട് എ സയൻറ്റിസ്റ്റ്. പക്ഷേ അദ്ദേഹത്തിന് എന്തുണ്ട് വേദങ്ങളും ഉപനിഷത്തും ഭാഗവതും അദ്ദേഹത്തിന് അറിയാം. അത് ഭാഗവതത്തിലും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സൂര്യകിരണങ്ങളെ കൊണ്ട് ഭൂമിയിലുള്ള ജലാശയത്തിലുള്ള ജലഗണങ്ങളെ നീരാവിയാക്കി ആകാശത്ത് കാർമേഘങ്ങളായി അത് കാറ്റിൻ്റെ ഗതിക്ക് പരസ്പരം കൂട്ടിമുട്ടി ഇടിമിന്നലും ഇടിവെട്ടും ഉണ്ടായി ഈ കൊണ്ടുപോയിട്ടുള്ള വെള്ളത്തിനെ ജലാശയങ്ങളിലും അല്ലാത്ത സ്ഥലത്തും പൊഴിക്കണം. അതാണ് വർഷം. അപ്പോൾ ഈ വർഷം, അപ്പോൾ ജലാശയങ്ങളിൽ 65% കടലാണ് ഭൂമിയിൽ. ആ 65% കടലിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ ഉപ്പുവെള്ളമാണ്. അത് എന്താണ് പറയുക, ഡിസ്റ്റിൽ ചെയ്യുക. അതിനെ നിർമ്മിപ്പിക്കുന്നതാരാ? സൂര്യനാണ്. എത്രയോ വെള്ളത്തിനെ ഇവിടുന്ന് നീരാവിയാക്കി കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉപ്പുരസത്തിനെ ഇല്ലായ്മ ചെയ്തിട്ട് എത്തിക്കണം. അതിന് നമ്മൾ ഒരു നമസ്കാരം സൂര്യന് പറയണ്ടേ എല്ലാ ദിവസവും? ഇവിടെയാണ് ലോകം ഒരു തറവാടാണ്. ലോകമേ തറവാട്. വസുദൈവ കുടുംബകം എന്നൊക്കെ വെറുതെ പറയല്ല. ആ വസുദൈവ കുടുംബത്തിലെ അംഗങ്ങൾ അല്പത്തരം കൊണ്ട് വേറിട്ട് നിൽക്കുകയാണെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ അറിവിൻ്റെ മാധ്യമത്തിൽ പരസ്പര വിദ്വേഷങ്ങൾ ഇല്ലാതെ കണ്ടാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പറഞ്ഞ് പഠിപ്പിക്കണം അവരെ. അതുകൊണ്ട് ക്ഷണം മുമ്പാം കൈകളാൽ ഊഴിയിൽ, അതായത് സൂര്യൻ്റെ കിരണങ്ങളെയാണ് സൂര്യൻ്റെ കൈകളെന്ന് പറഞ്ഞത്. ആ സൂര്യകിരണങ്ങളെ കൊണ്ട് ഊഴിയിൽ കൊള്ളുവതാം തണ്ണീർ, തടഞ്ഞു നിർത്തിയിട്ടുള്ള കെട്ടി നിൽക്കുന്ന വെള്ളത്തിനെ മേഘമായി തീർത്തും കൊണ്ടും ഉടൻ വേണ്ടും പോലെ വർഷിച്ചും കൊണ്ടും പ്രപഞ്ചം നീ തന്നെ പാലിച്ചിടുന്നു. ദയാമൂർത്തേ, അദ്ദേഹത്തിൻ്റെ ദയ കൊണ്ടാണ്, ഭൂമിയിലുള്ള ജീവജാലങ്ങളോടുള്ള ദയ കൊണ്ടാണ് അങ്ങനെ ചെയ്യണതെന്നാണ് പറഞ്ഞത്. ദയാമൂർത്തേ, ഞങ്ങൾ പാർത്തട്ടിതാകെ പ്രകാശിപ്പിച്ചിടും ഈ ദിവ്യബിംബം ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും കൺതുറക്കത്തക്ക വിധത്തിൽ, കൺതുറന്നാൽ കൂട്ടിമുട്ടാതെ കൊണ്ട് നടക്കാനുള്ള പ്രഭ അങ്ങാണ് കൊടുക്കണത് അല്ലേ? അങ്ങനെയല്ലേ പറയാ? അപ്പോൾ പ്രകാശിപ്പിച്ചിടും ഈ ദിവ്യബിംബം അനുധ്യാനം ചെയ്ത് കുമ്പിടും ഉള്ളം. നമസ്കരിക്കന്നെ, കുമ്പിടുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക. കുമ്പിടും ഉള്ളം വിടർത്തി തന്നീടണേ വിശ്വബന്ധു. സൂര്യൻ ആരാ? നമ്മുടെ അല്ല, വിശ്വത്തിൻ്റെ ബന്ധുവാണ്. വിശ്വബന്ധു. ത്രിസന്ധ്യയ്ക്കും നിന്നെ പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. ഇതാണ് 3 സന്ധ്യകൾ. ത്രിസന്ധ്യയ്ക്കും നിന്നെ വേദങ്ങൾ ചൂണ്ടിത്തരും നേരിൻ. വേദങ്ങൾ ചൂണ്ടിത്തരാ എന്ന് പറഞ്ഞാൽ ദിശാമാർഗം തരാം, കാണിച്ചു തരാം. വേദങ്ങൾ ചൂണ്ടിത്തരും നേരിൻ പുണ്യമാർഗത്തിലൂടെ. വേദങ്ങൾ എന്താന്നാ പറഞ്ഞത്? നേരിൻ പുണ്യമാർഗം. നാം ഓരോരുത്തരും അനവരതം നടക്കേണ്ട പുണ്യമാർഗത്തിലൂടെ ഉപാസിക്കുന്നോർകൾ ഉപാസന ചെയ്യുക, ഉപാസിക്കുക. ഞാൻ ഉപാസിക്കുകയാണ്. ഭാഗവതം, ശ്രീകൃഷ്ണ കഥാമൃതം, വാട്ട് നോട്ട്, ഉപാസിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും ചിരിക്കാൻ സാധിക്കുന്നത്. എന്തിനാ ചിരിക്കണത്? മനസ്സിന് ആദിവ്യാധികളില്ലെങ്കിൽ ചിരിക്കാൻ സാധിക്കുള്ളൂ. പുഞ്ചിരിക്കുക.
അല്ലെങ്കിൽ സുസ്മേരവദനായിട്ട് ഇരിക്കുക. എപ്പോഴും ആനന്ദത്തിലിരിക്കാൻ സാധിക്കണം. ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം, ചിന്മയൻ. അപ്പോൾ ചിത്തിൽ ലയിക്കുക. അപ്പോൾ ദയാമൂർത്തെ ഞങ്ങൾ പാർത്തട്ടിലാകെ പ്രകാശിപ്പിച്ചിടും ഈ ദിവ്യബിംബം അനുധ്യാനം ചെയ്യൂ കുമ്പിടും ഉള്ളം വിടർത്തി തന്നീടണേ വിശ്വബന്ധോ ത്രിസന്ധ്യയ്ക്കും തന്നെ വേദങ്ങൾ ചൂണ്ടിത്തരും നേരിൽ പുണ്യമാർഗത്തിലൂടെ ഉപാസിക്കുന്നോർകൾ തൻ പാപം ആകെ പറപ്പിച്ചും കൊണ്ടു നീ നമ്മുടെ പാപങ്ങളെ പറപ്പിക്കണം. എക്സോസ്റ്റ് ഫാൻ ഇട്ടാൽ അടുക്കളയിലുള്ള പുക എങ്ങനെ പോണത്? പറപ്പിക്കൽ. ആ പറപ്പിക്കൽ അതുകൊണ്ടാണ് പറഞ്ഞത് ഉപാസിക്കുന്നോർകൾ തൻ, ഉപാസന ചെയ്യുന്നവരുടെ പറപ്പിക്കണുള്ളൂ. അവിടെയാണ് പ്രശ്നം. അപ്പം എന്ത് ചെയ്യണം? എല്ലാവരും ഉപാസിക്കണം. പറപ്പിക്കുന്നോർ തൻ പാപമാകെ പറപ്പിച്ചും കൊണ്ടു നീ വിണ്ണിൽ വാഴ്വു ശരിക്ക് ഓരോ ദേഹമാം മട്ടിൽ മേവും സ്ഥിരങ്ങൾക്കും ജംഗമങ്ങൾക്കും ഉള്ളിൽ ചരിക്കുന്ന ജനങ്ങൾക്കും ചരിക്കാത്ത കല്ല്, മണ്ണ്, പാറ, മരം ഇത്യാദികൾ ജംഗമം തെളിഞ്ഞ് അന്തര്യാമിയായി തന്നെ, തെളിഞ്ഞ് കൂടസ്ഥനായും സർവജീവ ഗുഹാശയനായിട്ടും, സർവജീവ ഗുഹാശയന ശയിക്കുന്നവനായിട്ടും തെളിഞ്ഞ് അന്തര്യാമിയായി തന്നെ സർവം പ്രവർത്തിപ്പിക്കുന്നു നീ വേണ്ടവണ്ണം. അറ്റക്കഴായ കണ്ടാൽ ചാടണോ വേണ്ടേ, ഇറങ്ങി നടക്കണോ കടക്കണോ എന്ന് തീരുമാനിക്കുന്ന തീരുമാനം തരുന്നത് ഉള്ളിൽ നിന്നാണ്. കൂടസ്ഥനെന്നും അന്തര്യാമിയെന്നും സർവജീവ ഗുഹാശയനെന്നും ഉള്ള പേരിൽ. എന്നിട്ടോ ശരിക്ക് ഓരോ ദേഹമാമ്മട്ടിൽ മീവും സ്ഥിരങ്ങൾക്കും ജംഗമങ്ങൾക്കും ഉള്ളിൽ തെളിഞ്ഞ് അന്തര്യാമിയാ തന്നെ സർവം പ്രവർത്തിപ്പിക്കുന്നു നീ വേണ്ടവണ്ണം. ഇരുൾ പാമ്പിൻ വായയിൽ പെട്ടു ലോകം മനങ്ങിടാതാവിധം മൂർച്ചയേൽക്കെ. ഇരുളാകുന്ന പാമ്പിൻ്റെ വായയിൽ കുടുങ്ങി പെട്ട് ലോകം അനങ്ങിയിടാതാവിധം മൂർച്ചയേൽക്കെ കൃപവായ്പാൽ വന്നു വേഗം ഉണർത്തിയിടാൻ അങ്ങ് ഒഴിഞ്ഞീടിൽ. ആരാണ് അങ്ങയെപ്പോലെ ഇരുട്ടാകുന്ന പാമ്പിൻ്റെ വായിൽ ശയിക്കുന്ന, അതായത് രാത്രിയിൽ ഉറങ്ങുന്ന ഞങ്ങളെ തട്ടി ഉണർത്താൻ മറ്റാർക്ക് കഴിയും? വേറെ ആർക്കും കഴിയില്ല. അതാണ് വെദർ ഈസ്റ്റ് ഓർ വെസ്റ്റ്, നോർത്ത് ഓർ സൗത്ത്, ഈ പറയുന്ന 4 ദിക്കിലുള്ള ആൾക്കാരെയും ഒരേപോലെ ദക്ഷിണായനമായിട്ടും ഉത്തരായനമായിട്ടും അല്ലേ, ചിലപ്പോൾ രാത്രി കൂടിയിട്ടും പകൽ കൂടിയിട്ടും രാത്രിയും പകലും ഒരേ മാതിരിയാക്കിയിട്ടും ഭേദവ്യത്യാസമില്ലാതെ കണ്ട് ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ പഠിച്ചവനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ സൗഖ്യത്തെ കൊടുക്കുന്ന ഹേ സൂര്യദേവ, അങ്ങയ്ക്ക് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇരുൾപാമ്പിൻ വായയിൽ പെട്ടു ലോകം മനങ്ങിടാതാവിധം മൂർച്ചയേൽക്കേ കൃപാവായ്പാൽ വന്നു വേഗം കടാക്ഷിച്ചുണർത്തിയിടിനാൻ അങ്ങൊഴിഞ്ഞീടിൽ. ആരാം എണീറ്റ് അമ്പാർന്ന് ആത്മധർമ്മങ്ങൾ ചെയ്യാതുറങ്ങിയിടാകാരും എന്നോർത്തും നിത്യം. വലിയൊരു ഉപദേശം തരുന്നത്. എണീറ്റ് അമ്പാർന്ന് ദയാപൂർണമായിട്ട് ആത്മധർമ്മങ്ങൾ, ആത്മാവിൻ്റെ ധർമ്മങ്ങൾ അനുസരിക്കാതെ കണ്ട് ആരും ഉറങ്ങരുത്. ആത്മധർമ്മം, ആത്മാവുള്ളവർക്ക് പ്രീതികരമായ ഉപകാരങ്ങൾ ചെയ്യാതെ കണ്ട് ഉറങ്ങരുത് എന്നർത്ഥം. സഹജീവികൾക്ക് ഗുണം ചെയ്യാതെ കണ്ട് ഉറങ്ങരുത്. ഇപ്പം എനിക്കൊരു ദിവസം എന്തെങ്കിലും തിരക്ക് കൊണ്ട് ഇത് ഒരു എപ്പിസോഡ് 2 എപ്പിസോഡ് പറയാൻ സാധിച്ചെങ്കിലത്തെ വെപ്രാളം എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം എന്താ, അടുത്ത ദിവസം ചോദ്യം വരും, എവിടെ പോയി, എന്തായി, എന്താ തിരക്ക്, അസുഖമൊന്നുമില്ലല്ലോ. ഈ സുഖാന്വേഷണങ്ങളെ ഇല്ല, എനിക്ക് സുഖമാണ്, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു എന്ന് ഞാൻ എങ്ങനെ നിങ്ങളെ അറിയിക്കുക?
ഈ എപ്പിസോഡുകൾ സ്ഥിരമായിട്ട് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സൗഖ്യമായിട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് സൗഖ്യമില്ലാതെ ഉണ്ടായാൽ ഇത് വരില്ല. അപ്പോൾ ആർക്കാ ബുദ്ധിമുട്ട്? ഈശ്വരന്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈശ്വരീയത പറയുന്ന ആൾക്ക് സുഖമില്ലാണ്ടാവാൻ അവിടെ ചോദിക്കുക ആൾക്കാർ. പക്ഷെ മനുഷ്യധർമ്മല്ലേ, ശരീരമൊക്കെ കുറേ കഴിയുമ്പോൾ പറഞ്ഞാൽ കേൾക്കാതെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് യാതൊരു വെപ്രാളുമില്ല. കാരണം എല്ലാവരേക്കാൾ, എൻ്റെ പ്രായത്തിലുള്ളവരെക്കാൾ ഉഷാറായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത്ര സന്തോഷം. അതുകൊണ്ട് കൃപാവായ്പാൽ വന്നു വേഗം കടാക്ഷിച്ചുണർത്തിയിടാനങ്ങൊഴിഞ്ഞിടിലാരാം എണീറ്റ് അമ്പാർന്ന് ആത്മധർമ്മങ്ങൾ ചെയ്യാതുറങ്ങിയിടായ ആരും എന്നോർത്ത് നിത്യം പ്രഭാതത്തിൽ തന്നെ പൂർവാദ്രിമേൽ കിഴക്ക് ദിക്കിൽ ഉണരുന്നല്ലോ നീ. പ്രഭാതത്തിൽ തന്നെ പൂർവാദ്രിമേൽ വന്നുണർത്തിയിടും പാരിടത്തിൻ പിതാവേ. ലോകത്തിലുള്ള മനുഷ്യരാശിയുടെ അച്ഛനാണ് എന്നാണ് പറഞ്ഞത്. ആരെ? സൂര്യദേവൻ. സൂര്യദേവൻ എന്ന് പറഞ്ഞാൽ പോരാ, സൂര്യനാരായണമൂർത്തി എന്ന് തന്നെ വരണം പറയാൻ. സൂര്യനാരായണമൂർത്തി. എന്നിട്ടോ മതം വാക്യം കൂരിരുട്ടിൻ്റെ വാഴ്ച. മതം വാക്യം കൂരിരുട്ടിൻ വാഴ്ച മഹാരാജാവെന്ന പോലാകെ മാറ്റാൻ. ഒരു രാജാവ് പ്രജകളെ എങ്ങനെ സ്ഥിരോത്സാഹത്തോടുകൂടി ഉണർത്തണം അല്ലെങ്കിൽ കാത്തുരക്ഷിക്കണം, അതുപോലെ ഈ ഭൂലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും പിതൃത്വം ഉള്ള ഈ സൂര്യദേവൻ പുകഴ്ന്നീടും പൊന്നണി തേരിലേറി എഴുന്നള്ളും സത്യധർമ്മൈകമൂർത്തേ. സൂര്യൻ്റെ അനുഗ്രഹം ആരൊക്കെ ഉണ്ടാവുള്ളൂ? സത്യവും ധർമ്മവും പാലിച്ചു വരുന്ന ജീവജാലങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യർക്ക് എന്നർത്ഥം. പുകഴ്ന്നീടും പൊന്നണി തേരിലേറി എഴുന്നള്ളും സത്യധർമ്മൈകമൂർത്തേ. നമോവാകം. നമോവാകം നമസ്കാരം. നമസ്കാരം എന്നാ നമോവാകം എന്ന് പറഞ്ഞ. നമോവാകം നാൻമുഖൻ തൊട്ട പേരും. നാൻമുഖൻ ബ്രഹ്മാവ് മുതൽക്ക് നറും തണ്ടാർ മൊട്ടണി കൂപ്പുകയാൽ. ബ്രഹ്മാവ് മുതൽക്ക് വിടരാൻ വെമ്പുന്ന താമരമുട്ടുകൾ കൂടി അങ്ങ് വന്നിട്ട് അങ്ങ് ഉദിച്ചിട്ട് വേണം വിടരാൻ എന്ന് വിചാരിച്ചിരിക്കുക. കൂപ്പുകൈകളോട് കൂടി നിൽക്കാന്നാണ് പറഞ്ഞത്. യഥകളുകളൊക്കെ കൂപ്പുന്നത് പുഷ്പത്തിൻ്റെ കൈകളാണ്. ഏതാ യഥളുകൾ. ആ യഥകൾ കൂപ്പുകയാണ് രാത്രി മുഴുവൻ. ഉണരൂ വേഗം, ഉണരൂ വേഗം, ഉണർത്തൂ ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട്. അപ്പം സൂര്യനെ കണ്ടാലോ അവരെ കൈ മലർത്തേ, പരന്താമ സംരക്ഷിക്കണേ, പരന്താമ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമോവാകം നാൻമുഖം തൊട്ട പേരും നറും തണ്ടാർ മൊട്ടണി കൂപ്പകയാൽ ഉപസ്ഥാനം ചെയ്തു വാസിച്ചു പോരും ദയാപരാവരമേ. ഉപസ്ഥാനം ചെയ്തു വാസിച്ചു പോരും ദയാപരാവാരമേ. വെൽവൂതാക. ജയിച്ചാലും ജയിച്ചെന്ന വെൽവൂതാക. ഇതാ നിൻ തൃപ്പദ പത്മത്തിൻ വീണ്. ഇതാ നിൻ തൃപ്പദ പത്മത്തിൽ വീണ്. നിന്റെ പാതാരവിന്ദ സദൃശം അല്ല, നിന്റെ താമര സദൃശമായ പാതാരവിന്ദത്തിൽ ഞങ്ങളിതാ വീഴണു, നമസ്കരിക്കണു, മണ്ട മുട്ടണു. ഇതാ നിൻ തൃപ്പദ പത്മത്തിൽ വീണു നമിക്കുന്നേൻ ആർത്തലോകൈക ബന്ധോ. ആർത്തന്മാര്, അങ്ങയെ കാണാതെ കണ്ട് അസുഖം അനുഭവിക്കുന്നവർ, അങ്ങയെ കണ്ടാലോ സുഖമായി, സൗഖ്യമായി. എത്ര ശാരീരിക വൈഷമ്യങ്ങളുള്ളവരും പുതച്ച് മൂടി ഒന്ന് വെയിൽ കൊണ്ട് പുതപ്പൊന്ന് മാറ്റി ആ വിറ്റാമിൻ ഡി ശരീരത്തിലേക്ക് ഇങ്ങോട്ട് വന്നു കണ്ടാൽ ഉഷാറായി. അങ്ങനെയാണ്, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ, കുട്ടികൾ ഒക്കെ. അപ്പോൾ നമോവാകം നരൻ നാൻമുഖൻ തൊട്ട പേരും നറും തണ്ടാർ മൊട്ടണി കൂപ്പും കയ്യാൽ ഉപസ്ഥാനം ചെയ്തു വാസിച്ചു പോരും ദയാപാരവാരമേ. വെൽവൂതാക. ഇതാ നിൻ തൃപ്പദ പത്മത്തിൽ വീണു നമിക്കുന്നേൻ ആർത്തലോകൈക ബന്ധോ. പുതുക്കം പൂണ്ടേറെ മിന്നും. പുതുക്കം പൂണ്ടേറെ മിന്നും. ഓരോ ദിവസവും നവനവ അനുഭവ. സൂര്യരശ്മികൾക്ക് ഒട്ടും ലാഘവില്ല, തണുക്കണില്ല.
അല്ലേ? അതുകൊണ്ടാണ് പുതുക്കം പൂണ്ടേറെ മിന്നും യജുസ്സൊന്നിവന്നേകാനുള്ളിൽ ഓർക്കേണമമ്പാൽ. യജസ് യജുസ് ഒന്നിവന്നേകാനുള്ളിൽ ഓർക്കേണം അമ്പാൽ. അമ്പ് എന്ന് പറഞ്ഞാൽ ദയ, ദാക്ഷിണ്യം. നറുംപൂന്തേൻ പോലെഴും പുണ്യഗീതം നുകർന്ന് അദ്ദേഹത്തിന് ആദിത്യദേവൻ, സൂര്യദേവൻ, നറും പൂന്തേൻ പോലെഴും പുണ്യഗീതം നുകർന്ന് അദ്ദേഹത്തിന് ആദിത്യദേവൻ പ്രസാദം പൂണ്ടേകിനാൻ. വാജിരൂപം ധരിച്ച് ആ മട്ട ആർണവേദം മനോജ്ഞം. വാജിരൂപം കുതിരയുടെ രൂപം, കുതിരയുടെ രൂപം ധരിച്ച് ആ മട്ടാർന്ന വേദം മനോജ്ഞം, മനസ്സിന് വളരെ ജ്ഞാനം തരുന്നതാണ്. മനോജ്ഞം അല്ലെങ്കിൽ മനസ്സിൻ്റെ അജ്ഞത തീർക്കുന്നതാണ്, എങ്ങനെ വേണമെങ്കിലും പറയാം. എന്നിട്ടോ സുകർമാവും കുല്യ പൗഷഞ്ചികാൻ സുകർമാവും കുല്യ പൗഷഞ്ചികാൻ കണ്ണൻ കുസീതന്മാർ ഈ വിധം പാരിടത്തിൽ പല ശിഷ്യന്മാർ വഴിക്കേറെ വേദപ്രചാരം ചെയ്തുള്ളതും പിന്നെ വീണ്ടും. ആരാണ് ഈ ആദിത്യമന്ത്രം അല്ലെങ്കിൽ ആദിത്യ ഹൃദയം സൂര്യൻ്റെ സ്തുതി പാടി നടത്തിക്കണത്, അല്ലെങ്കിൽ സൂര്യമന്ത്രത്തിൻ്റെ ധ്വനി മറ്റുള്ളവരിൽ എത്തിക്കണത്? സുകർമാവ് കുല്യ പൗഷഞ്ചി കണ്വ കുസീതന്മാർ ഈ വിധം പാരിടത്തിൽ പല ശിഷ്യന്മാർ വഴിക്കേറെ വേദപ്രചാരം ചെയ്തുള്ളതും പിന്നെ വീണ്ടും. വിഭാഗിക്കപ്പെട്ടതും 10ഉം 8ഉം പുരാണം കേട്ടാലിഴും 18 പുരാണങ്ങൾ പഠിച്ച ഗുണമുണ്ടാവും. ഏത് പഠിച്ചാൽ? സൂര്യഗായത്രി ജപിച്ച സൂര്യദേവൻ്റെ അനുഗ്രഹാശിസ്സുകൾക്ക് പാത്രീഭൂതരായാൽ. വിഭാഗിക്കപ്പെട്ടതും ഏത്? വേദങ്ങളിൽ വിഭാഗിക്കപ്പെട്ടു. പിന്നെ 18 പുരാണങ്ങൾ. 10ഉം 8ഉം പുരാണം കേട്ടാലും പുണ്യവായ്പും ശ്രവിച്ചിടും ശൗനകൻ തൊട്ട് നാനാ മുനീന്ദ്രന്മാർ എത്രയും ഭക്തിപൂർവം പുരാണാചാര്യത്തമാർന്നേറെ മിന്നും മഹാൻ മാർക്കാണ്ഡേയൻ 6 കൽപ്പം. മാർക്കാണ്ഡേയ മഹർഷിയാണ് പുരാണ കർത്താവ്. അതായത് പുരാണ കർത്താവ് വെച്ചാൽ എന്താണ് പുരാണ ആചാര്യൻ മാർക്കാണ്ഡേയൻ. ഭാഗവതത്തിന് അവസാനം മാർക്കാണ്ഡേയ മുനിക്കാണ് ഭഗവാൻ മായയെ കാണിച്ചു കൊടുക്കുന്നതും മൂക്കുകൂടെ കയറി പുറത്ത് വരുന്നതും, അല്ലേ? ഇടത്തെ മൂക്കുകൂടെ കയറി വലത്തെ മൂക്കുകൂടെ വന്നു എന്നാണ്, ഒരു കൊതുവിനെ പോലെ എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഈ ഭൂമിയിലെ വെള്ളത്തിൽ പോയ സ്ഥലങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വയറ്റിലുണ്ട്. ആരുടെ? ആലിലയിൽ പെരുവരിൽ കുടിച്ച് കിടക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ ഉണ്ണിവാലൻ്റെ എന്തൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ വിഭാഗിക്കപ്പെട്ടതും 10ഉം 8ഉം പുരാണം കേട്ടാലിഴും പുണ്യവായ്പും ശ്രവിച്ചിടും ശൗനകൻ തൊട്ട് നാനാ മുനീന്ദ്രന്മാരെത്രയും ഭക്തിപൂർവം പുരാണാചാര്യത്വമാർന്നേറെ മിന്നും. പരമശിവനാണ് പുരാണാചാര്യനായിട്ട് വാഴ്ചത് അനുഗ്രഹിച്ചത്. മാർക്കാണ്ഡേയന് 6 കൽപ്പം ഉയർക്കൊണ്ടോ ഞങ്ങൾ വംശത്തിലാണു പിറപ്പാർന്ന പണ്ടൊരേ ഏകാർണവത്തിൽ പിറപ്പാർന്നാൽ പണ്ട് ഒരേ ഏകാർണവം സമുദ്രം മാത്രം, വെള്ളത്തിൽ മാത്രം 7 സമുദ്രങ്ങളും ഒറ്റ സമുദ്രമായിട്ട് മാറിയതാണ് പ്രളയത്തിൽ. അതിൽ ആർണവത്തിൽ തെളിഞ്ഞ നാൾ ആലില കൃഷ്ണനെ കണ്ടതും തെളിഞ്ഞ് അന്നാൾ ആലില കൃഷ്ണനെ കണ്ടതും മറ്റും പാരിലെങ്ങും പ്രസിദ്ധം. നമുക്ക് മാത്രം പ്രസിദ്ധമല്ല. കാരണം എന്താ? നമ്മൾ പഠിക്കണം. പഠിച്ച് പണിക്കരാവണമെന്ന് പറയും. എന്ന് പറഞ്ഞെന്താ? മറ്റുള്ളവരെ ഉപദേശിക്കാറാവണം. അല്ലാണ്ട് പണിക്കന്മാർ മോശമല്ല, പണിക്കരാവണം. മറ്റുള്ളവരുടെ വിഷമങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള വിദ്യയാണല്ലോ പണിക്കന്മാർ പറഞ്ഞ് ഉപദേശിക്കുന്നത്, നേരായ വഴിക്കാണെങ്കിൽ. അപ്പോൾ തെളിഞ്ഞ നാളാലില കൃഷ്ണനെ കണ്ടതും മറ്റും പാരിലെങ്ങും പ്രസിദ്ധം. ഇതെല്ലാം എമ്മട്ടിലാണെന്ന് ചോദിക്കവേ സൂതൻ ചൊല്ലിനാൻ ഇപ്രകാരം. എപ്രകാരം? അത് അർത്ഥത്തിൽ പറയും.
ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികന്മഷനാശനെ ഉപാസനാകാണ്ഡേ ത്രയശീതീതമസർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.